ഇതുവരെ എണീറ്റില്ലേ? ചായക്ക് എന്ത് ചെയ്യും? അയ്യ, എന്താ സുഖം. ഉറക്കം കണ്ടില്ലേ? മൂട്ടിൽ വെയിലടിക്കണവരെ ഇവിടെ കിടന്ന് ഉറങ്ങാനൊന്നും പറ്റില്ല. എഴുന്നേക്ക് അങ്ങോട്ട്. ഇന്നലെ ഒരുപോലെ കണ്ണടച്ചില്ല മോളെ. ഇന്നലെ അച്ഛന് ഫുള്ള് ശ്വാസം മുട്ടായിരുന്നു. അതിന് നിങ്ങൾ ഇതിനാ എഴുന്നേക്കാതിരിക്കുന്നേ? രാത്രി മൊത്തം ഞാൻ നെഞ്ച് തടവി കൊടുക്കുമായിരുന്നു. പിന്നെ രാത്രിയിൽ എപ്പോഴും ആവി കൊടുത്തു കഴിഞ്ഞാണ് ഉറങ്ങിയത്. ഒന്ന് എഴുന്നേറ്റ് അടുക്കളയിൽ കയറുമോ? എന്റെ മോന് ട്യൂഷന് പോകാനുള്ളതാ. മോളെ, അച്ഛന്റെ ശ്വാസം മുട്ടലിന്റെ മരുന്ന് തീർന്നു, ഒന്ന് വാങ്ങിക്കണേ. അത് ഞാൻ എന്ത് ചെയ്യണം? പോയി വാങ്ങിക്കണം. പൈസ ഇല്ല മോളെ വാങ്ങിക്കാന്. അത് ശരി. അപ്പൊ പെൻഷൻ കിട്ടിയ കാശ് അവിടെ പോയി കടയിൽ നിന്ന് പലഹാരം വാങ്ങിച്ച് തീർത്താ അത്? കഴിഞ്ഞ ആഴ്ച അച്ഛൻ ആശുപത്രി കിടന്നപ്പോ ആ പൈസ എടുത്താ ചെലവാക്കിയത്. ഒന്നും കയ്യിലില്ല. കൂടുതൽ വിവരണങ്ങളൊന്നും വേണ്ട. ഒന്ന് അടുക്കളയിൽ കയറാൻ നോക്ക്. എന്റെ കയ്യിൽ ഇപ്പൊ തൽക്കാലം കാശില്ല. ഇനി ശ്വാസം മുട്ടുണ്ടെങ്കിൽ വല്ല ആവി പിടിപ്പിച്ചു കൊടുക്കും. അല്ല പിന്നെ കൊറേ നേരായി. അടുക്കളയിൽ കയറാൻ നോക്ക്. നിങ്ങക്ക് ശ്വാസം മുട്ടൽ എങ്ങനെയുണ്ട്? അവളെ നീ തന്നെയാണോ പ്രസവിച്ചത്? ഒന്നൊന്ന് ചായ ഉണ്ടാക്കുന്നുണ്ടോ? മനുഷ്യൻ തലയിലെടുത്തിട്ട് വയ്യ. ചെല്ലടി, അല്ല ഇനിയിപ്പോ അതിനായിരിക്കും അടുത്ത വഴക്ക്. അമ്മൂമ്മ എനിക്ക് ഫുഡ് വാരി തന്നാ തരാലോ. മോനിന്ന് രാവിലെയാണോ ട്യൂഷൻ? ഓ, മോന്റെ അച്ഛൻ എപ്പം വരും? അച്ഛൻ ഉടനെ ലീവില്ലാന്നാ പറഞ്ഞു. അപ്പം വെക്കേഷൻ മോൻ അങ്ങോട്ട് പോകുന്നുണ്ടോ? അച്ഛൻ വെക്കേഷന് വരാൻ പറഞ്ഞു. പക്ഷെ അമ്മ പറഞ്ഞ അമ്മൂമ്മനെ അപ്പൂപ്പനെ വീട് ഏൽപ്പിച്ചിട്ട് വരാൻ പറ്റൂല. നിങ്ങൾ പോകാണ്ടിരിക്കണ്ട മക്കളെ, നമ്മൾ എവിടെയെങ്കിലും പോയിക്കോളാം. അമ്മൂമ്മക്ക് വേറെ വീടുണ്ടോ? ആകെ ഉള്ളത് ഇതായിരുന്നു മോനെ. ബാക്കി കൂടെ പറ കേക്കട്ടെ. ഇതെനിക്ക് അങ്ങോട്ട് എഴുതി തന്നു, അതങ്ങോട്ട് അബദ്ധമായി പോയി. ഇതല്ലേ മനസ്സില്? ഞാൻ അങ്ങനൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല മോളെ. ഒന്നും ഉദ്ദേശിച്ച് പറഞ്ഞല്ല. ചക്ക, നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടില്ല ഇവരുടെ കയ്യിൽ നിന്നൊന്നും വാങ്ങിച്ചു കഴിക്കരുതെന്ന്. കൈ നോക്ക്, ഫുൾ പൊടി അഴുക്കായിട്ടിരിക്കുക. മര്യാദയ്ക്ക് കൈ കഴുക പോലും ഇല്ല. കൈ കഴിയതാ മോളെ. ദേ, എന്നെ വെറുതെ മോളെ ഒന്നും വിളിക്കണ്ട. എനിക്ക് നന്നായിട്ട് അറിയാം ഈ വീട് എഴുതി തന്നത് ബുദ്ധിമുട്ടായിട്ട് ഇരിക്കാന്ന്. അതുകൊണ്ട് എന്താ, ഈ വീട് ഇപ്പൊ ഒരു വീടായിട്ട് ഇരിക്കുന്നുണ്ട്. ആരെങ്കിലും വന്ന് കയറി അയ്യെന്ന് പറയില്ലല്ലോ. എന്താ മോളെ അങ്ങനെ ഒരു വർത്തമാനം? ഇതിനു മുമ്പ് ഇത് വീടായിരുന്നോ? നീ കുറച്ച് ഫർണിച്ചറൊക്കെ വാങ്ങിച്ചൂടെ ഇട്ടു. ആഹാ, ഇപ്പൊ നിങ്ങളുടെ വീടിന് ഞാൻ വാങ്ങിച്ചിട്ട് ഫർണിച്ചറിനൊക്കെ കണക്കായല്ലേ? കൊള്ളാലോ തന്തിൻ തള്ളി. അങ്ങനെയൊന്നും അല്ല മോളെ പറഞ്ഞത്. ഒന്നുമല്ലെങ്കിൽ നിനക്ക് ജന്മം നൽകിയ മാതാപിതാക്കളല്ലേ? ആ, അതിന് പകരമായിട്ട് ഞാൻ നിങ്ങൾക്ക് 4 തരം മൂക്കുമുട്ട വിഴുങ്ങാൻ തരുന്നില്ലേ? അതെന്നെ ധാരാളം. മോളെ, ആഹാരം കഴിക്കുന്നതിന്റെ കണക്ക് പറയല് അത് ഭയങ്കര പാവമാണ്. ആ പാപം ഞാൻ അങ്ങോട്ട് സഹിച്ചു. മനസ്സിലായാ? പോയി ബാഗ് എടുത്തിട്ട് വാ. അവസാനമായിട്ട് നിങ്ങളോട് ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. ഇനി മേല എന്റെ കൊച്ചിന് വാരി കൊടുക്കണം, കൊഞ്ചിക്കണം എന്ന് പറഞ്ഞിട്ട് പിന്നാലെ നടക്കരുത്. അങ്ങനെ ഞാൻ മേല ചെയ്താ ഇനി ഞാൻ വായിന്ന് വർത്താനല്ല ഉണ്ടാവും. ഇനി ഇത് ആവർത്തിക്കില്ല മോളെ. ആവർത്തിക്കാതിരിക്കുന്ന തന്നെയാ നല്ലത്. നിങ്ങൾ വാ കഴിക്ക്. എന്ത് വാ കഴിക്കുന്നേ? അവനെ കൊണ്ട് വിട്ടിട്ട് ഊട്ടിയാ മതി. കഴിക്കുട്ടാ, വാ നമുക്ക് പോകാം. പോകുന്നതിന് മുമ്പ് ആ ടേബിൾ ഒന്ന് ക്ലീൻ ചെയ്യും. അവിടെ ഭക്ഷണം കിടക്കണ കണ്ടില്ലേ? ആരെങ്കിലും വന്ന് കണ്ടിട്ടാ. അതെന്താ സുധാകരൻ നീ ഒരു അഭിപ്രായം പറയാത്ത? നമ്മുടെ വീട്ടിലൊരു പ്രധാനപ്പെട്ട കാര്യം നടക്കുമ്പോൾ എനിക്ക് ആലോചിക്കാൻ നീ മാത്രമല്ലേ ഉള്ളൂ. അതുകൊണ്ടാണ് നിന്നെ വിളിച്ചത്. ഞാൻ എന്തോന്ന് പറയാനാ, നിങ്ങളെല്ലാം എഴുതി കൊടുക്കാൻ തീരുമാനിച്ച സ്ഥിതിക്ക്. അതെ, ഒന്നും എഴുതിയിട്ടില്ലെങ്കിൽ ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചാൽ നന്ന്.
അതെ, അങ്ങേര് ഗൾഫിൽ പോയി കിടന്ന് ഇത്രയും നാളും കിടന്നുണ്ടാക്കിയതും ഞാൻ പിയൂണായിട്ട് ജോലി ചെയ്തതും എല്ലാം അവക്ക് വേണ്ടിയിട്ടല്ലേ. പിന്നെന്താ താമസിക്കുന്നത്? അത് നേരത്തെ അങ്ങ് എഴുതി കൊടുത്തേക്കാം. ഞാൻ മറ്റൊന്നും കൊണ്ടല്ല പറഞ്ഞത്. എല്ലാം അങ്ങോട്ട് എഴുതി കൊടുക്കാതെ ഒരു 5 സെന്റെങ്കിലും മാറ്റിയിടണം. ഇപ്പൊ കാലം നന്നല്ല, വേറെ ഒന്നും അല്ല. എൻ്റെ കുടുംബത്തിലെ കാര്യം അറിയാമല്ലോ, അതൊന്നും ഓർത്താൽ മതി. എടാ ഇപ്പം നിന്റെ കുടുംബത്തിൽ അങ്ങനെ സംഭവിച്ചെന്ന് കരുതി അവിടെ 2 പേരല്ലായിരുന്നോ? ഇവിടെ ഇപ്പൊ ഞാൻ കാണും പെണ്ണുമായിട്ട് ഇവള് മാത്രമല്ലേ ഉള്ളൂ. മാമ്പൂ കണ്ടും മക്കളെ കണ്ടും കൊതിക്കല്ലെന്ന് അങ്ങനൊന്നുണ്ട്. അങ്ങനൊന്നും ഇല്ലടാ. അവള് ഞങ്ങളെന്ന് വെച്ച ജീവനാ. അവൾ അങ്ങനൊന്നും ചെയ്യത്തില്ല. അളേ അതിപ്പം സ്മിതയുടെ ഭർത്താവ് ദുബായിൽ ഒരു പുതിയ ഷോപ്പ് ഓപ്പൺ ചെയ്തെന്ന് പറഞ്ഞു. അപ്പം ഈ വീടും പറമ്പൊക്കെ അവളുടെ പേരിൽ എഴുതി അങ്ങ് കൊടുക്കുവാണെങ്കിൽ അവർ വല്ല ലോണൊക്കെ എടുത്ത് തുടങ്ങുന്നെങ്കിൽ ചെയ്യട്ടെ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ആയിക്കോട്ടെ. ഇനി എന്ത്, നമ്മുടെ ജീവിതം കഴിഞ്ഞു, അവര് ജീവിക്കട്ടെ. നിങ്ങൾക്ക് ഇനി ജീവിതം ബാക്കിയുണ്ടെന്ന് ഓർത്താ നന്നു. മാമന്റെ മക്കള് അങ്ങനെയൊക്കെ ചെയ്തപ്പോ എനിക്ക് എന്തോരം വിഷമായെന്നറിയോ. എന്തായാലും ഞാൻ എന്റെ അച്ഛനമ്മയോടൊന്നും അങ്ങനെ ചെയ്യില്ല. മാമന്റെ വിഷമം കേട്ടിട്ട് ഞങ്ങൾ തോരുന്ന് കരയായിരുന്നു അമ്മേ. അവൻ അങ്ങനൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല മോളെ. അല്ല, എന്നാൽ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. എനിക്ക് എന്റെ മാമനും അച്ഛനമ്മയ്ക്കും ഒരേപോലെയല്ലേ. മാമന് എന്തെങ്കിലും ബുദ്ധിമുട്ട് വിഷമൊക്കെ വരാണെങ്കിലേ ഇങ്ങോട്ട് വന്നാ മതി, ഞാൻ നോക്കിക്കോളാം. അല്ല അമ്മേ? എന്ത് വരുന്ന ആലോചിക്കുന്നേ? ഞാൻ സുധാകരൻ പറഞ്ഞിങ്ങനെ ആലോചിക്കുമായിരുന്നു. എന്നവൻ പറഞ്ഞ പോലെ ഒരു 5 സെന്റ് സ്ഥലം മാറ്റിയിട്ടിരുന്നെങ്കിൽ നമ്മുടെ പേരിലാക്കിയിരുന്നേ. വല്ല മറയും വെച്ച് അവിടെ കിടക്കായിരുന്നു. ഒന്ന് പതുക്കെ പറ. ഇനി അത് കേട്ടിട്ട് ഇവിടെ കിടന്ന് ചാടി തിമിർക്കും. എന്നാ ഈ ഗുളി കഴിക്കും. അതില് ഗുളിക അങ്ങോട്ട് വെച്ചു കൊടുത്ത് വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുത്താലേ അച്ഛന് ഇറങ്ങത്തുള്ളൂ. നല്ലൊരു മുന്നാറാണല്ലോ. ഇതാ പോയി സാധനം വാങ്ങിച്ചിട്ട് വാ. കാശും ലിസ്റ്റൊക്കെ അതിൽ ഇട്ടിട്ടുണ്ട്. മോളെ, അച്ഛന്റെ ഗുളിക തീർന്നു, അതുകൂടെ വാങ്ങിക്കാനുള്ള പൈസ 2 ദിവസം കഴിയട്ടെ, എന്നിട്ട് ഞാൻ ആലോചിക്കാം. നീ ചുമ്മാതെ തരണ്ട, എന്റെ വാങ്ങിയ പൈസ നീ താ. അത് ശരി, കയ്യിന്ന് വാങ്ങിച്ചൊക്കെ അങ്ങോട്ട് കണക്ക് എഴുതി വെച്ചിരിക്കാല്ലേ. അപ്പൊ ഇവിടുന്ന് 2 പേരും കൂടെ 4 നേരം മൂക്കുമുട്ട വെട്ടി വിഴുങ്ങണുണ്ടല്ലോ. അത് ആരുടെ കാശാ? ഇങ്ങനെയൊക്കെ ചുമയും കോരൊക്കെ വരുമ്പോ ആശുപത്രിയിലേക്ക് എടുത്തോണ്ട് ഓടുന്നില്ലേ? അതൊക്കെ ആരുടെ കാശാ? ഇതൊക്കെ എന്റെ അല്ലേ? അപ്പൊ ഞാനൊരു 5000 രൂപ വാങ്ങിച്ചതിന് അത് കണക്കെഴുതി കറക്റ്റാക്കി ഇങ്ങനെ വെച്ചിരിക്കുക. കഷ്ടം തന്നെ. ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തിട്ടാടി ഞങ്ങളോട് ഇങ്ങനെ കാണിക്കുന്നത്? നിങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എന്നിട്ടാണോ നിങ്ങൾ 2 പേരും ഞാൻ വേണ്ടിട്ട് ഉപദ്രവിച്ചോണ്ടിരിക്കാന്ന് നാട് നീളം പാടി നടക്കണത്? ഞങ്ങൾ ആരോട് എന്ത് പറഞ്ഞു നടക്കുന്നേ പറയുന്നത്? ആരോടും പറഞ്ഞിട്ടില്ലേ? പിന്നെയാണോ ഇവരുടെ ആങ്ങളിവിടെ വന്നിട്ട് മുറവിളി കൂട്ടിയത്? അത് ആരോടും പറയാണ്ട. നിനക്ക് ഞങ്ങളെ നോക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ വല്ല വിഷം വാങ്ങിച്ചു തന്ന് ഞങ്ങളെ കൊല്ലടി. അത് തന്നെയാണ് ഞാൻ ചെയ്യാൻ പോണത്. ഞാൻ അതിനെ ആലോചിച്ചോണ്ടിരിക്കുന്നത്. അതെ, എന്തോന്ന് ആലോചിച്ചോണ്ട് നിക്ക, വേഗം പോയിട്ട് വാ. നിനക്ക് തന്നാ നിനക്ക് കഴിച്ചാ പോരെ? നീ ദാനം ചെയ്യാനായിട്ട് നീ ആരാ? അച്ഛന് നാണോ മാനൊന്നുമില്ലേ ഈ കൊച്ചു കുട്ടികൾ കഴിക്കണം നോയിക്കൊണ്ടിരിക്കാനായിട്ട്? എന്നിട്ട് കൊതി ഇറക്കി തന്നെ. അയ്യോ, ഒന്ന് ചുമച്ചേ ഉള്ളൂ, അപ്പത്തേനും ഓടി വന്നു. നിങ്ങക്ക് അവിടെ തുണി അലക്കാനൊന്നുമില്ലേ? അച്ഛന് ശ്വാസം മുട്ടുന്ന കണ്ടില്ലേ നീ? ശ്വാസം മുട്ടിൽ ഇന്നും എന്തെങ്കിലും കാണാൻ തുടങ്ങിയൊന്നല്ലോ. കുറെ നാളായില്ലേ, കുറച്ച് കഴിഞ്ഞാൽ മാറിക്കോളൂ. പോയി തുണി അലക്ക്. ആ ചുമ കേട്ടിട്ട് അവിടെ ഇരിക്കാത്ത അകത്ത് പോയിരിക്കും, ഫോൺ നോയിക്കൊണ്ടിരിക്കുന്നു. ഇൻഫെക്ഷൻ ഉണ്ടാവും നിനക്ക് അറിയില്ലേ? അങ്ങേർക്കോ ഇല്ല ബോധം. അതിനെങ്ങനെയാ അകത്ത് പോയിരിക്കാൻ പറഞ്ഞാൽ കേക്കില്ല.
ഇവിടെ വന്നിരുന്ന് ഇങ്ങനെ ചുമച്ചോണ്ടിരിക്കുക. പോയി അകത്ത് പോയിരുന്നു പഠിക്കടാ. ഇങ്ങനെ ഇരുന്നോ പിന്നെ ചോളൂ. നിങ്ങൾ ആ രാജീവിനോട് പറഞ്ഞിട്ടൊന്ന് ലീവ് എടുത്ത് വിട്ട് കയറി വരാൻ നോക്കും. ആയില്ലെങ്കിൽ ഞാനും മോനും കൂടെ അങ്ങോട്ട് വരും. പിന്നല്ലാതെ കഷ്ടമുണ്ട്. അത് ചുമ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി. ഹോസ്പിറ്റലിൽ കൊണ്ടേ ഡോക്ടർ അഡ്മിറ്റ് ആവാനാ പറയുന്നത്. പക്ഷെ എന്ത് ചെയ്യാനാ കേക്കണ്ടേ പറഞ്ഞിട്ട്. ഞാൻ കുറെ നിർബന്ധിച്ചതാണേ. അത് വിട്. നിങ്ങളെന്താ വരുന്നേന്ന് പറ. 2 മാസം കഴിഞ്ഞിട്ടോ? അതല്ല എന്താ ഇപ്പൊ രാത്രി വിളിക്കാത്തത്? അല്ല അല്ലെങ്കിൽ എല്ലാ ദിവസവും രാത്രി വിളിക്കണമാണല്ലോ. കറക്കം കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ. ശരി, ഓക്കെ, ബൈ. ആ ശരി, വെച്ചോ. ഒന്ന് വാന്ന് മോളെ. വേണ്ട മോളെ. മോളെ അമ്മ പറയുന്നേക്ക്. വേണ്ട മോളെ. ആരാ പറഞ്ഞു ഇങ്ങോട്ട് വന്നേ? മോളെ വേണ്ട മോളെ. അച്ഛന് തീരെ സുഖമില്ലാത്ത മോളെ. ഇവിടെ കിടന്നാല് ഭയങ്കര തണുപ്പാണ്. അച്ഛന് ശ്വാസം മുട്ട് കൂടും. അകത്ത് ഫാൻ ഇട്ട് കിടക്കാവുന്ന തണുപ്പിനേക്കാളും കുറവാണ് ഇവിടെ. ഇവിടെ കിടന്നാ മതി. വേണ്ട മോളെ, ഇങ്ങനൊന്നും ചെയ്യല്ലേ മോളെ. ഈ അച്ഛൻ ചുമക്കണ മൊത്തം അവിടെ അണുക്കളാണ്, ഇൻഫെക്ഷനാ. ഇതെങ്ങനെ മോന് പടർന്നു കഴിഞ്ഞാലോ? എന്റെ ഭർത്താവ് പിന്നെ എന്നെ വെച്ചേക്കില്ല. ഒന്ന് പറയുന്ന കേക്ക്. ഇവിടെ കിടന്നാ മതി. ഒന്ന് പോയി ചെല്ലൊന്ന് ഉറങ്ങ്. ഒന്ന് ഉറങ്ങ ചെല്ല്. ഒന്ന് പോയി ഉറങ്ങോ, എന്നിട്ടാണ് എനിക്ക് ഉറങ്ങാൻ. മോളെ കഥവ് തുറക്കും മോളെ. കഥവ് തുറക്കും മോളെ. മോളെ മോളെ. മോളെ മോളെ. ഹലോ എടാ, ഞാൻ നാട്ടിലെത്തി. അതല്ല, വീട്ടുകാർക്കൊരു സർപ്രൈസ് കൊടുക്കാന്ന് വിചാരിച്ചു. ഇപ്പം അതല്ലേ ട്രെൻഡ്. എന്നാ ശരി, നാളെ കാണാം. നീ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. ആ ശരിയാണ്. അമ്മ, മോനോ? മോനെപ്പോ എത്തി? അതോട് നിങ്ങൾ എന്താ ഇവിടെ കിടക്കുന്നത്? അതെ, ഇങ്ങോട്ട് നോക്ക്. ഇതാരാ വന്നേ നോക്കി. നിങ്ങൾ എന്താ ഇവിടെ കിടക്കുന്നത്? അല്ല, മോന് ലീവ് കിട്ടത്തില്ലെന്നല്ലേ കുഞ്ഞു പറഞ്ഞത്? അത് ഞാൻ അറിയിക്കാതെ വന്ന. നിങ്ങൾ കാര്യം പറ, നിങ്ങൾ എന്താ ഇവിടെ കിടക്കുന്നത്? അതല്ല മോനെ, അച്ഛന് ഭയങ്കര ശ്വാസമുട്ടലും ചുമയാണ്. അപ്പൊ അകത്ത് കിടന്ന മോനൊക്കെ ഉള്ളതല്ലേ, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാ നമുക്ക് വെളിയിരിക്കാന്ന്. അല്ല, അപ്പൊ ഇന്നലെ ഹോസ്പിറ്റലിൽ പോയെന്ന് പറഞ്ഞു. അത് പിന്നെ
പിന്നെയും. ഞാൻ പറഞ്ഞല്ലോ ഇവിടെ കിടന്ന് മര്യാദയ്ക്ക് ഉറങ്ങണമെന്ന്. അകത്ത് കയറി തന്നെ ചുമക്കണമെന്ന് ഇത്ര നിർബന്ധമാണോ? ഈ പുറത്തെടുത്ത് ചുമച്ചാ എന്താ? ആ ചുമച്ച് അതിൻ്റെ ഉള്ളിൽ നിറച്ച് ഇൻഫെക്ഷൻ ആയി. ഇവിടെ കിടന്ന് അങ്ങ് ചുമച്ചാ മതി. അത് ഈ പ്രകൃതിയിൽ അങ്ങനെ അലിഞ്ഞു പോയിക്കോളും. സ്മിത, ഇവരെന്താ ഇവിടെ കിടക്കുന്നത്? അത് മോനെ ഞാൻ പറഞ്ഞില്ലേ മോനെ. അതെനിക്ക് മനസ്സിലായി, അതുകൊണ്ടല്ലേ ഞാൻ ചോദിച്ചത്. ആ മോനെപ്പോ വന്ന്? ഞാൻ ഇപ്പം എത്തിയുള്ളൂ മാമ. നീയും കൂടെ അറിഞ്ഞിട്ടാണ് ഇവൾ ഇതൊക്കെ കാണിച്ചു കൂട്ടണത്? അച്ഛപ്പത്തി അച്ഛൻ ഇപ്പം എത്തിയുള്ളൂടാ. ഒരു മിനിറ്റ് മാമ, എനിക്കൊന്നും അറിഞ്ഞൂടാ. ഞാൻ ചോദിച്ചിട്ട് ആരും ഒന്നും പറയണമില്ല. ഞാൻ പറഞ്ഞു തരാം. ഇവളെ ഈ രണ്ടുപേരെ ഇട്ട് കഷ്ടപ്പെടുത്തുകയാണ്. ആ സ്വത്തൊക്കെ എഴുതി മേടിച്ചു, എന്നിട്ട് ഈ വയ്യാത്ത മനുഷ്യനെ വെളിയിൽ ഇറക്കി കിടത്തി. നാട്ടുകാർ വിളിച്ച് പറഞ്ഞിട്ട് അറിഞ്ഞിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കണത്. അവിടെ ചോദിക്കും, എടി നിന്റെ സ്വന്തം തന്തയും തള്ളയല്ലേ എടി, മരുമക്കൾ പോലും ഇങ്ങനെ കാണിക്കില്ല. സുധാകര, നീ ഇതൊന്നും സംസാരിക്കാൻ നിൽക്കണ്ട. ഓ, ഞാൻ ഒന്നും മിണ്ടുന്നില്ല. നിങ്ങൾ ഇറങ്ങി വാ, നമുക്ക് പോവാം. ഞാൻ എങ്ങോട്ടും ഇല്ല. അല്ല, എനിക്ക് പോകണം. അല്ലെങ്കിൽ അവള് നിന്നെ പണിയെടുപ്പിച്ച് കൊല്ലും. എനിക്കതൊന്നും കാണാൻ പറ്റില്ല. അച്ഛാ പ്ലീസ്, നിങ്ങൾ എങ്ങോട്ടും പോകണ്ട. അല്ല മോനെ, പോണം. നീയും മോനും ഉള്ളതാണ് അവളുടെ ലോകം. അതിനകത്ത് ഇനി ഞങ്ങൾ വേണ്ട. നിങ്ങൾ സന്തോഷമായിട്ട് ജീവിച്ചു. മോനെ, നിന്നോടുള്ള സ്നേഹം കൊണ്ട് പറയാ, നീ ഒന്ന് സൂക്ഷിച്ചോണം. അളിയാ, പോവാം നമുക്ക്. അമ്മ, ഞാൻ എന്തെങ്കിലും പറഞ്ഞു എന്ന് വിചാരിച്ച അമ്മ ഇങ്ങനെ ഇറങ്ങി പോവാണ് വേണ്ടത്. അയ്യോ, അവളെ ഒരു സ്നേഹം. നീ നിൽക്കുന്നോണ്ടാ ഇപ്പൊ ഇത്ര സ്നേഹം കാണിക്കുന്ന അവരടുത്ത്. നിങ്ങൾ വരുന്നുണ്ടോ എൻ്റെ കൂടെ? ഇങ്ങോട്ട് വാ, ഇറങ്ങി. അവര് പറയുന്ന പോലും നല്ല കാര്യങ്ങള്. എന്താ സംഭവിച്ചെന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാൻ വേണമെങ്കിൽ അവരെ വിളിച്ചിട്ട് നീ ഇങ്ങോട്ട് വന്നേ. പ്ലീസ്, ഞാൻ